ലാറ്ററൻ ബസിലിക്കയുടെ മധുബഹായിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന സിംഹാസനത്തിൽ അദ്ദേഹം ഇരിക്കുന്നതോടുകൂടിയാണ് അദ്ദേഹം റോമിൻ്റെ മെത്രാനായും വത്തിക്കാൻ എന്ന രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയായും ലോകമെമ്പാടുമുള്ള 140ഓളം കോടി വരുന്ന കത്തോലിക്ക വിശ്വാസികളുടെ മുഴുവൻ അധ്യക്ഷനും തലവനുമായി ഉയർത്തപ്പെടുന്നത് എന്നുള്ളത് പരമ്പരാഗതമായി അവിഞ്ഞോൺ പേപ്പസിയുടെ കാലഘട്ടം മുതൽ എന്ന് പറഞ്ഞാൽ കുറെ വർഷക്കാലം ഫ്രാൻസിലെ പാരീസിലിരുന്നു കൊണ്ടാണ് മാർപ്പാപ്പമാര് കത്തോലിക്ക സഭയുടെ ഭരണപരമായ നിർവഹണം നടത്തിയിരുന്നത്. എന്നാൽ ആ കാലങ്ങളിൽ തുടങ്ങിയ ഒരു പതിവാണ് ലാറ്ററൻ ബസിലിക്കയുടെ സിംഹാസനത്തിൽ ആരൂഢനായിക്കൊണ്ട് അദ്ദേഹം തൻ്റെ ശുശ്രൂഷകൾ ആരംഭിക്കുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് വളരെ വ്യക്തമാണ്. പത്രോസിൻ്റെ ഖബറെടുത്തെങ്കിൽ പ്രാർത്ഥിച്ച് ധൂപാർപ്പണം നടത്തി പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പ മറ്റെല്ലാ പൗരസ്ത്യ സഭകളുടെയും, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പാശ്ചാത്യ സഭയായ ലത്തീൻ സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പ 23ഓളം വരുന്ന മറ്റ് പൗരസ്ത്യ സഭകളുടെ മേലധ്യക്ഷന്മാരാൽ അനുഗതനായിട്ടാണ് പത്രോസിന്റെ ഖബറെടുത്തെങ്കിൽ പ്രാർത്ഥന നടത്തിയത്. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇപ്പോൾ ആ ഖബറിടം സ്ഥിതി ചെയ്യുന്ന വത്തിക്കാൻ ചത്തുരത്തിലെ സെല്ലാർ എന്നറിയപ്പെടുന്ന ഹാളിൽ നിന്നും ഖബറിടങ്ങൾ അവിടെയാണ് ഒരുക്കപ്പെട്ടിരുന്നത്. ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർക്കുന്നു, നമുക്കെല്ലാവർക്കും അറിയാം, ഫ്രാൻസിസ് മാർപ്പാപ്പയെ അടക്കം ചെയ്തിരിക്കുന്നത് വത്തിക്കാനിലല്ല. പത്രോസ്ലീഹായുടെ ഖബറിടം കുടികൊള്ളുന്ന ഈ വത്തിക്കാൻ ചത്തുരത്തിനകത്തുള്ള സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ സെല്ലാറിലല്ല, മറിച്ച് അദ്ദേഹം വത്തിക്കാനു പുറത്ത് റോമിൽ തന്നെ ഇറ്റലി എന്നുള്ള രാജ്യത്തിൻ്റെ റോമ നഗരത്തിനകത്തുള്ള മേരി മജോറെ എന്ന ബസിലിക്കയിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തെ അടക്കിയിരിക്കുന്നത് എന്നുള്ളതും ഇത്തരുണത്തിൽ ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. സാന്ദർഭികമായി പ്രേക്ഷകന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ഒരു വിവരണത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയും ഇപ്പോൾ നമ്മൾ കാണുന്നത് വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കമായുള്ള പ്രദക്ഷിണമാണ്. പിതാക്കന്മാരെ അടക്കിയിരിക്കുന്ന, പ്രധാനമായും പത്രോസ്ലീഹായെ അടക്കം ചെയ്തിരിക്കുന്ന വത്തിക്കാൻ ചത്തുരത്തിനകത്തുള്ള സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അടിയിലുള്ള ഖബറിടത്തിങ്കൽ പ്രാർത്ഥനകൾ കഴിഞ്ഞ് കർദിനാളന്മാരാൽ അനുഗതനായി പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പ ഇപ്പോൾ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാനായി കടന്നു വരുന്ന ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും നമ്മൾക്ക് ഈ സമയത്ത് പരിശുദ്ധ പിതാവായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ലയോ 14 മാർപ്പാപ്പയുടെ ഒരു ബയോഡേറ്റ പ്രേക്ഷകരുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരുന്ന നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ജനിച്ചത് അമേരിക്കയിലെ ഷിക്കാഗോയിലാണെന്നും അത് 1955 സെപ്റ്റംബർ മാസം 14 ആയിരുന്നു എന്നുള്ളതും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട ദിവസങ്ങളിൽ തന്നെയും ലോകമെമ്പാടുമുള്ള ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ എല്ലാം ചർച്ച ചെയ്ത വളരെ പ്രധാനപ്പെട്ട കൗതുകമുണർത്തുന്ന ഒരു വാർത്തയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാരെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഫ്രഞ്ച് ഇറ്റാലിയൻ വംശജനായ ലൂയിസ് മാരിയസ് പ്രൊവോസ്റ്റ്, അത് ഫ്രഞ്ച് ഇറ്റാലിയൻ വംശജൻ എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയാമോ? അദ്ദേഹം ഫ്രഞ്ചുകാരനാണെങ്കിലും ഈ ലൂയിസ് മാരിയസ് പ്രൊവോസ്റ്റ് എന്നു പേരുള്ള മാർപ്പാപ്പയുടെ പിതാവ് ജനിച്ചു വളർന്നത് ഇറ്റലിയിലാണ്. അദ്ദേഹത്തിൻ്റെ മാതാവ് സ്പാനിഷ് വംശജയായ മിൽഡ്രഡ് മാർട്ടീനസ് ആണ്. പിതാവ് ലൂയിസ് മാരിയസ് 2ാം ലോക മഹായുദ്ധകാലത്ത് നാവികസേനയിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഇത്തരുണത്തിൽ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജനറൽ നോളജിൻ്റെ ഭാഗമാണ്. അമ്മ ഒരു ലൈബ്രറിയനായി ശുശ്രൂഷ ചെയ്തിരുന്ന, വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ് എന്നും പറയപ്പെടുന്നു. അതോടൊപ്പം തന്നെയും ലയോ 14 മാർപ്പാപ്പയ്ക്ക് 2 സഹോദരങ്ങളാണ് ഉള്ളത്. ലൂയിസ് മാർട്ടിൻ എന്നും ജോൺ ജോസഫ് എന്നും പേരുള്ള 2 സഹോദരന്മാരാണ് മാർപ്പാപ്പയ്ക്ക് സ്വന്തമായി രക്തബന്ധുക്കളായി ഉള്ളത് എന്നുള്ളതും ഇത്തരുണത്തിൽ നമുക്ക് അനുസ്മരിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. സഭകളുടെ 252ഓളം വരുന്ന കർദിനാളന്മാരാൽ അനുഗതനായി സെയിന്റ് പീറ്റേഴ്സ് ചത്തുരത്തിനകത്തുള്ള സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് പ്രദക്ഷിണമായി കടന്നുവരുന്ന പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയെയാണ് ഇപ്പോൾ പ്രേക്ഷകര് സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇത് പ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ ആഘോഷമായി വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വേണ്ടിയിട്ട് കാർമ്മികര് കടന്നു വരുന്നതിനെയാണ് നമ്മൾ പ്രദക്ഷിണം എന്ന് വിളിക്കുക. അവിടെ നിന്നും നമുക്ക് ഗ്രിഗോറിയൻ ചാൻഡിലുള്ള ഗാനം കേൾക്കാനായി സാധിക്കും. ദ ഹിം അതിന് പുറകിൽ പ്ലേ ചെയ്യപ്പെടുന്നത് നിങ്ങൾക്ക് കേൾക്കാനായി സാധിക്കും. തടിച്ചുകൂടിയിരിക്കുന്ന ലോകമെമ്പാടുമുള്ള വിശ്വാസി സമൂഹത്തോടും അതുപോലെ തന്നെ TV സ്ക്രീനുകളിലൂടെ ഓൺലൈനുകളിലൂടെ മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സകല മനുഷ്യരുടെയും കർണങ്ങൾക്ക് ഇമ്പം പകരുന്ന ശ്രുതി മധുരമായ ഈണങ്ങളാണ് ഇപ്പോൾ ആലപിക്കപ്പെടുന്നത് എന്നുള്ളതും ഇതോടൊപ്പം നമുക്ക് കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചുകൂടി ഒരു വാക്ക് പറയാതെ പോകുന്നത് ശരിയാവില്ല എന്ന് തോന്നുകയാണ്. അദ്ദേഹത്തിന് മാത്തമാറ്റിക്സിൽ ബിരുദമുണ്ട്, തത്വശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദമുണ്ട്, കാനൻ നിയമത്തിൽ അദ്ദേഹം ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. കാനൻ നിയമം എന്ന് പറഞ്ഞാൽ സഭാ നിയമമാണ്. അതിൽ അദ്ദേഹം ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ളത് കൂടി അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയെ, വൈജ്ഞാനികമായ അദ്ദേഹത്തിൻ്റെ ബോധ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും സഹായകമാണ്. അതോടൊപ്പം തന്നെയും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ലയോ 14 മാർപ്പാപ്പ ഒരു അഗസ്റ്റീനിയൻ സന്യാസ സഭാംഗമാണ്. അഗസ്റ്റീനിയൻ എന്ന പേരുള്ള എന്ന് പറഞ്ഞാൽ സെയിന്റ് അഗസ്റ്റിൻ്റെ നാമധേയത്തിൽ ആരംഭിച്ച ഒരു സമർപ്പിത സമൂഹത്തിൽ 1977 മാർപ്പാപ്പ ചേർന്നത് എന്നുള്ളതും സമർപ്പിത സമൂഹങ്ങളുടെ പ്രത്യേകതയായുള്ള വ്രതവാഗ്ദാനം ചടങ്ങുകളുണ്ട്. അതിൽ ആദ്യ വ്രതവാഗ്ദാനം പ്രൊവോസ്റ്റ് എന്നു പേരുള്ള മാർപ്പാപ്പയായി തീർന്ന ഈ സെമിനാരിക്കാരൻ നിർവഹിച്ചത് 1978 സെപ്റ്റംബർ മാസം 2-ാം തീയതി ആയിരുന്നു എന്നുള്ളതും നിത്യമായും തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്ന നിത്യവ്രത വാഗ്ദാനം നടത്തിയത് 1981 ഓഗസ്റ്റ് മാസം 29-ാം തീയതി ആയിരുന്നു എന്നുള്ളതും ഇത്തരുണത്തിൽ നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ചില ജീവിതരേഖയിലെ വസ്തുതകളാണ്. ഒപ്പം തന്നെയും അദ്ദേഹം ഒരു പുരോഹിതനായി, നിത്യപുരോഹിതനായി ഈശോയുടെ പൗരോഹിത്യത്തിൽ പങ്കുചേരാനായി ഉയർത്തപ്പെട്ടത്, പൗരോഹിത്യം സ്വീകരിച്ചത് 1982 ജൂൺ മാസം 19-ാം തീയതിയാണ്. ഇപ്രകാരം 1982 വൈദികനായി തീർന്ന പ്രൊവോസ്റ്റ് എന്നു പേരുള്ള അച്ഛൻ 1985 മുതൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ഒരു മിഷൻ പ്രദേശമായ പാവങ്ങൾ അനവധി താമസിക്കുന്ന പെറു എന്നു പേരുള്ള ഒരു രാജ്യത്ത് മിഷണറിയായി തൻ്റെ സേവന ജീവിതം നടത്തുന്നു എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആടിൻ്റെ മണമുള്ള ഇടയനായിരിക്കും ലയോ 14 മാർപ്പാപ്പ എന്നുള്ളത്. ആടിൻ്റെ മണമുള്ള ഇടയൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് ഈ വാക്കുകൾ ഞാൻ ഉദ്ധരിക്കുക. ആടിൻ്റെ മണമുള്ള ഇടയൻ. ലോകമെമ്പാടുമുള്ള വിശ്വാസി സമൂഹത്തിൻ്റെ പ്രതിനിധികളായി വത്തിക്കാനിൽ എത്തിച്ചേർന്നിരിക്കുന്നവരെയാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും. വത്തിക്കാനിലുള്ള സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പ കർദിനാളന്മാരാലും അതുപോലെ പൗരസ്ത്യ സഭകളുടെ എല്ലാം അധ്യക്ഷന്മാരാലും അതോടൊപ്പം തന്നെ ഡീക്കന്മാരാലും കുർബാനയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നവരോടുമൊപ്പം പ്രദക്ഷിണമായി മധുബഹായിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത്. അഗസ്റ്റീനിയൻ സഭയുടെ ഷിക്കാഗോ പ്രവിശ്യയുടെ പ്രൊവിൻഷ്യലായി 1999 അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജനസമ്മിതിയുടെ ഒരു കാരണമായി കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തുടർന്ന് അഗസ്റ്റീനിയൻ സഭയുടെ പ്രിയോർ ജനറാളായി 2001 മുതൽ 2013 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം സേവനം ചെയ്തു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്ക്രീനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വത്തിക്കാൻ ചത്തുരത്തിൻ്റെ മനോഹരമായ ഒരു വിഷ്വലാണ്. സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പൂമുഖത്ത് പ്രത്യേകം തയ്യാറു ചെയ്യപ്പെട്ടിരിക്കുന്ന മധുബഹായ്ക്ക് സമാനമായ അൾത്താരയിലായിരിക്കും ഇന്നത്തെ ഈ ശുശ്രൂഷകൾ നടത്തപ്പെടുന്നത് എന്നുള്ളതും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമാകുന്ന കാര്യമാണ്. പെറുവിലെ ചിക്ലായോ രൂപതയുടെ ബിഷപ്പായി 2015 സെപ്റ്റംബർ മാസം 26-ാം തീയതി നിയമിതനായ പ്രൊവോസ്റ്റ് എന്നു പേരുള്ള അഭിവന്യ പിതാവ്
വത്തിക്കാനിൽ വൈദികർക്കായുള്ള വിഭാഗത്തിൽ അംഗമായി നിയമനം നേടുന്നത് 2019 ജൂലൈ മാസം 13-ാം തീയതിയാണ്. പെറുവിലെ കല്ലാവോ രൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി 2020 ഏപ്രിൽ മാസം 15-ാം തീയതി അദ്ദേഹം സ്ഥാനമേൽക്കുകയുണ്ടായി. ബിഷപ്പുമാർക്കായുള്ള വത്തിക്കാൻ വിഭാഗത്തിൽ അംഗമായി ഡിക്കാസ്ട്രിയിൽ നിയമിതനായത് 2020 നവംബർ മാസം 21-ാം തീയതിയാണ്. ബിഷപ്പുമാർക്കായുള്ള വത്തിക്കാൻ വിഭാഗത്തിന്റെ പ്രീഫെക്റ്റ് അഥവാ തലവനായി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കു വേണ്ടിയുള്ള പൊന്തിഫിക്കൽ കമ്മീഷന്റെ പ്രസിഡന്റായും ആർച്ച് ബിഷപ്പ് പദവിയോടുകൂടെ പ്രൊവോസ്റ്റ് എന്നു പേരുള്ള അദ്ദേഹത്തെ ഉയർത്തി എന്നുള്ളതും ഇത്തരുണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ്. 2023 ജനുവരി മാസം 30-ാം തീയതിയാണ് വത്തിക്കാൻ ഡിക്കാസ്ട്രിയുടെ പ്രീഫെക്റ്റായി അദ്ദേഹം നിയമിതനായത്. അതോടൊപ്പം തന്നെയും 2023 സെപ്റ്റംബർ മാസം 30-ാം തീയതി അദ്ദേഹം കർദിനാളായി ഉയർത്തപ്പെട്ടു എന്നുള്ളതും, ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ലയോ 14-ാമൻ മാർപ്പാപ്പയെ കർദിനാളായി ഉയർത്തിയത് എന്നുള്ളതും, തുടർന്ന് ഈ അടുത്ത കാലത്ത് സംഭവിച്ചത് 2025 മെയ് മാസം 8-ാം തീയതി അദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുകയും റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റ് എന്നു പേരുള്ള കർദിനാൾ ലയോ 14-ാമൻ എന്ന പേരിൽ മാർപ്പാപ്പയായി കർദിനാളന്മാരുടെ കോൺക്ലേവിൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതും ഇത്തരുണത്തിൽ നമുക്ക് ഈ വിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ പിതാവ് ലയോ 14-ാമൻ മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ, തിരുക്കർമ്മങ്ങളിൽ ഒന്നായ പരിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില വസ്തുതകളാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ അവതരിപ്പിച്ചത്.